Today we are discussing about transverse wave in a stretched string. First of all, consider an infinitely long, thin and uniform string stretched between 2 points by a constant tension capital T along the x direction. ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മളെന്താണ്, സ്ട്രിങ്ങിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഒരു സ്ട്രെച്ച് കൊടുത്ത്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടെൻഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും കോൺസ്റ്റൻറ്റ് ടെൻഷൻ യൂസ് ചെയ്ത് വലിച്ചു നീട്ടിയിരിക്കുകയാണ്, എക്സ് ഡയറക്ഷനിൽ വലിച്ചു നീട്ടിയിരിക്കുകയാണ്. ലെറ്റ് ദി സ്ട്രിങ് ബി സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് എസൈഡ് എലോങ് വൈ ഡയറക്ഷൻ ആൻഡ് റിലീസ്ഡ്. നമ്മൾ വൈ ഡയറക്ഷനിൽ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് വലിച്ചു നീട്ടിയിട്ടുള്ള എക്സ് ഡയറക്ഷനിൽ വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു സ്ട്രിങ്ങിലേക്ക് നമ്മൾ വൈ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടി എന്താ ഉണ്ടാവുക, നമ്മൾ ഇതാക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ട്രാൻസ്വേഴ്സ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് ഈ ഒരു സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് പി ക്യു എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു സ്മോൾ എലമെൻ്റ് ആണ്. ആ പി ക്യുവിൻ്റെ ലെങ്ത്താണ് ഡെൽ-എക്സ് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു ലെങ്ത്ത്, വളരെ ചെറിയ ലെങ്ത്തിനെയാണ് നമ്മൾ ഡെൽ-എക്സ് എന്ന് പറയുന്നത്. ഡെൽ-എക്സ് എന്ന് പറയുന്നത് സ്മോൾ ലെങ്ത്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെൻഷൻ in the string will be same everywhere since the string is perfectly flexible. Then നമ്മൾ ഇവിടെ ആക്ട് ചെയ്യണ സമയത്ത് ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. എഫ്-എക്സ്, അതായത് നമ്മളിപ്പോൾ പി ഡാഷും ക്യൂ ഡാഷും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ പി ഡാഷും ക്യൂ ഡാഷും എടുക്കുമ്പോൾ ഈ പി ഡാഷ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ടാൻജൻ ഡയറക്ഷനിലാണ് പി ഡാഷും ക്യൂ ഡാഷും വരുന്നത്. ഈ പി ഡാഷ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് θ1. ദിസ് ഈസ് ദി ആംഗിൾ θ1, ദിസ് ഈസ് θ1, ദിസ് ഈസ് θ2. അപ്പോൾ θ1 ഉണ്ട് θ2 ഉണ്ട്, രണ്ട് ആംഗിൾസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ടോട്ടൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് θ2ൻ്റെ ഫോഴ്സിൽ നിന്ന് θ1ൻ്റെ ഫോഴ്സ് എന്താണ് കുറയ്ക്കുമ്പോൾ, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ടോട്ടൽ ഫോഴ്സ് എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ദെൻ വി ഗെറ്റ് എഫ്-എക്സ് ഇസ് ഈക്വൽ ടു ടി കോസ് θ2 മൈനസ് ടി കോസ് θ1. ഓക്കെ, അതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു വെക്റ്ററിനെ, ഇതുപോലെ തന്നെ ഒരു വെക്റ്ററിനെ, തീറ്റ ഉള്ള ഒരു വെക്റ്ററിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇത് ടി ആണെങ്കിൽ ഇതെന്താണ് ടി കോസ് തീറ്റയും ഇതെന്താവും ടി സൈൻ തീറ്റയാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഉണ്ടായിരിക്കും, സൈൻ തീറ്റ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എഫ് വൈ ആവുമ്പോൾ എന്താ വരിക, ടി സൈൻ θ2 മൈനസ് ടി സൈൻ θ1, അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്മോൾ ഓസിലേഷൻസ് ആവുന്ന ഈ സമയത്ത്, ഇവിടുത്തെ ഓസിലേഷൻസ് വളരെ ചെറുതാവുന്ന സമയത്ത് എന്താ അവിടെ ഉണ്ടാവുക, ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ കോസ് θ1 ഇസ് ഈക്വൽ ടു 1 ആൻഡ് കോസ് θ2 ഇസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോസ് θ1 ആവുമ്പോൾ എന്താണ്, സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു ടാൻ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു ടാൻ തീറ്റ. ദെൻ സൈൻ θ1 ഇസ് ഈക്വൽ ടു ടാൻ θ1, സൈൻ θ2 ഇസ് ഈക്വൽ ടു ടാൻ θ2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ എന്താണ്, എഫ്-എക്സ് എന്ന് പറയുന്നത്, അതായത് തീറ്റ വളരെ ചെറുതാവുന്ന സമയത്ത് എഫ്-എക്സിലെ ഫോഴ്സ് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക, എഫ് വൈയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എഫ് വൈയിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു ടാൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ടി ടാൻ θ2 മൈനസ് ടി ടാൻ θ1 ആണ് അവിടെ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Then so the net force acting on the element del x in the displacement position is only along y axis. Okay. Then mu എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ്സാണ്. മ്യൂ ഈസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ del x ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന മാസ് എന്ന് പറയുന്നത് എന്താണ്,
മ്യൂ ഇൻറ്റു ഡെൽ എക്സ് ആണ് ഡെൽ എക്സ് ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് മ്യൂ ഇസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആൻഡ് മാസ് ഓഫ് ദി എലമെൻറ്റ് ഡെൽ എക്സ് എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു മ്യൂ ഡെൽ എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ആക്സിലറേഷൻ നമുക്കറിയാം എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, അതായത് ഡി വൈ ബൈ ഡി ടി വെലോസിറ്റി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം, ഇവിടെ ഡെൽ എക്സിൽ ഉണ്ടാവുന്ന എം എന്ന് പറയുന്നത് മ്യൂ ഡെൽ എക്സ് ആണ്. അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഈ എഫ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എഫ് വൈയിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഇവിടെ എഫ് വൈയും ഇവിടെ ഈ എഫും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക, ടി ടാൻ തീറ്റ 2 മൈനസ് ടി ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു മ്യൂ ഡെൽ എക്സ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. ഇനി നമുക്കറിയാം ഒരു സ്ലോപ്പിൻ്റെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഒരു പാരാബോളയുടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പായിരിക്കും. അപ്പോൾ ടാൻ തീറ്റ 1 എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് പോയിന്റിലുള്ള ടാൻ തീറ്റ 1, ദെൻ ടാൻ തീറ്റ 2 എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡെൽ എക്സ്. ഇപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് എക്സ് എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ് എക്സ് പ്ലസ് ഡെൽ എക്സ് ആണ്. അതായത് പി ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസിലാണെങ്കിൽ ക്യൂ ഡാഷ് എവിടെയായിരിക്കും, എക്സ് പ്ലസ് ഡെൽ എക്സിലായിരിക്കും ക്യൂ ഡാഷ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻ തീറ്റ 1 കിട്ടി, ടാൻ തീറ്റ 2 കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യണ സമയത്ത് ഇവിടെ നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ, അതായത് നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യണ സമയത്ത് ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മ്യൂ താഴേക്ക് വരും. അപ്പോൾ എന്താണ് മ്യൂ താഴേക്ക് വരും, ടി ബൈ മ്യൂ ആവും. ബ്രാക്കറ്റിൽ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 ഡിവൈഡ് ബൈ ഡെൽ എക്സ് വരും. ഡെൽ എക്സും താഴേക്ക് വരും. ഓക്കെ, ടാൻ തീറ്റ 2നെ നമുക്ക് ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ടാൻ തീറ്റ 1നെ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. മറ്റേത് എക്സ് പ്ലസ് ഡെൽ എക്സ് ഡിവൈഡ് ബൈ ഡെൽ എക്സ്. ഇനിയിപ്പോൾ ഡെൽ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ വരും. ലിമിറ്റ് ഡെൽ എക്സ് ടെൻസ് ടു 0 ഡോ വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡെൽ എക്സ് വരും. അതായത് ഇത് നമുക്ക് +1 പഠിച്ച ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താണത്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. നമ്മൾ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ആണ്. അപ്പോൾ ഈ ഒരു ഫോമിലല്ലേ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്താണ്, ഈ ഒരു ഫോമിലാണ്. കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതിന് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡെൽ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് എന്താണ് എക്സ് പ്ലസ് ഡെൽ എക്സ് ആണ്, മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഡോ വൈ ബൈ ഡോ എക്സ്. അപ്പോൾ ഈ എന്താണോ ഡോ വൈ ബൈ ഡോ എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ളത്, അതിൻ്റെ ഡിഫറൻഷിയേഷനാണ് ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ എന്താ വരിക, ഇവിടെ ഡോ വൈ ബൈ ഡോ എക്സ് ആണ് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ ആയിരിക്കും ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത്. അതായത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതിന് നമ്മൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ മ്യൂ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ എക്സിൻ്റെ ടേം ഫസ്റ്റ് എഴുതുമ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ ടി ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മളെ സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/μ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഈ 1/μ അല്ല 1/v സ്ക്വയർ. അപ്പോൾ 1/v സ്ക്വയറിനെ നമുക്ക് μ/t ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. μ എന്ന് പറയുന്നത് മാസ് ആണല്ലോ. അപ്പോൾ m/t ആയിട്ട് ഇക്വേറ്റ് ചെയ്യണ സമയത്ത് v സ്ക്വയർ എന്ന് പറയുന്നത് t/m വരും. അതായത് t/μ എന്ന് വരും. രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ. t/μ എന്ന് എഴുതാം, t/m എന്ന് എഴുതാം. അപ്പോൾ v എന്ന് പറയുന്നത് എന്ത് വരും? √t/μ എന്ന് വരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവിന് സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? √t/μ ആണ്. ഓക്കെ, ഈ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് v/λ ആണ്. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? 1/λ √t/μ എന്ന് വരും. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റ്, ഇഫ് എ string is L meters long and vibration in one segment only, then L is equal to λ/2. ഒരു സെഗ്മെൻറ്റിൽ മാത്രമാണ് വൈബ്രേഷൻ ഉള്ളൂ എങ്കിൽ അത്തരം കേസിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത്ത് എന്ന് പറയുന്നത് λ/2ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാംഡയ്ക്ക് എന്താണ് 2L എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. λ is equal to 2L. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ 1/λ √t/μ ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മാറും? ആ ഇക്വേഷൻ 1/2L √t/μ വരും. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ലോസ് ഓഫ് വൈബ്രേഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ കുറേ ഫ്രീക്വൻസി, ഇതിപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ്. ഇനി കുറേ ഫ്രീക്വൻസി ഉണ്ട്, ഫസ്റ്റ് ഫ്രീക്വൻസി, സെക്കൻഡ് ഫ്രീക്വൻസി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ n/2L √t/μ ആണ് ഇക്വേഷൻ വരിക, അല്ലെങ്കിൽ t/m ആയിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, n is equal to 1 ആകുമ്പോൾ ഫസ്റ്റ് ഹാർമോണിക്, n is equal to 2 ആകുമ്പോൾ സെക്കൻഡ് ഹാർമോണിക്, 3 ആകുമ്പോൾ തേർഡ് ഹാർമോണിക്. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് 3 ലോസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോ ഓഫ് ഫ്രീക്വൻസി, ലോ ഓഫ് ടെൻഷൻ, രണ്ടാമതെന്ന് പറയുന്നത് ലോ ഓഫ് മാസ്, മൂന്നാമതെന്ന് പറയുന്നത് ലോ ഓഫ് ലെങ്ത്ത്. ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് 3 ലോസും പറയാം. അതായത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ of stretched string is directly proportional to square root of tension when length and mass becomes constant. അതാണ് ലോ ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ലോ ഓഫ് മാസ് ആണ് കേട്ടോ പറയുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് mass per unit length when length and tension are becomes constant. Then അടുത്ത ലോ എന്താണ്? ലോ ഓഫ് ലെങ്ത്ത്. അതെന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത് വെൻ ടെൻഷൻ ആൻഡ് മാസ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് 3 ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 3 ലോസും പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.